ഇന്ന് മിഷൻ സൺഡേ. മിഷണറിമാരായ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. കുറേയേറെ പേര് മിഷണറി മേഖലകളിലെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ഈ ദിവസത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. കണ്ണുനീരോടെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സന്ദേശം ലോകം മുഴുവൻ വേണ്ടി എത്താൻ വേണ്ടി ഇനിയും നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങളാണ് യേശുനാഥൻ നമ്മളോട് പറയുക. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് യേശുവിന്റെ കാൽപാദത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് മനുഷ്യനോട് പറയുക. മനുഷ്യൻ നിസ്സഹായനാകുന്ന പല നിമിഷങ്ങളുണ്ടാകട്ടോ. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, എത്ര അധികാരം കയ്യിലുണ്ടായാലും, എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും നിസ്സഹായത എന്ന് പറയുന്നത് വലിയൊരു അവസ്ഥയാണ്. മനുഷ്യനെല്ലാം ആയെന്ന് ചിന്തിക്കുന്ന കുറേ സമയങ്ങളുണ്ട്. ബാങ്കിൽ കുറച്ചൊക്കെ ആയി, ഇനി വിശ്വാസമൊന്നും വേണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല, മക്കളൊക്കെ നല്ല നിലയിലെത്തി. ഇംഗ്ലണ്ട്, UK, ജർമ്മനി ഇവിടെയൊക്കെ എത്തി, അവരൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പള്ളിയിലൊന്നും പോയില്ലേ, കുഴപ്പമില്ല. ഓർക്കുക, വീട് മുങ്ങത്തക്കത്ത് വെള്ളം പൊന്തുന്ന സമയമുണ്ടാകും. അപ്പോൾ ഒരു നിസ്സഹായത. ഇതൊക്കെ ഉണ്ടായാലും ഒന്നുമില്ലാത്തൊരു സമയമുണ്ട്. ഇനി ബാങ്കിലൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ ആരും സഹായിക്കാനില്ല. പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട്, ആരും ഉണ്ടാകില്ല. ആ സമയത്ത് രാത്രി ഒരു അറ്റാക്ക് വരുന്നൊരു സമയം, ആരുമില്ലാത്തൊരു സമയമില്ലേ? ചിന്തിച്ചു നോക്കി. ഏത് നിമിഷത്തിലും എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവിന് മാത്രമേ പറ്റൂ. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതിനൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് വെക്കുക. എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ പോയി ഇൻ്റർവ്യൂവിന് പൊട്ടിപ്പാളീസായിട്ടുണ്ടാകും. അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതാൻ പോയി കഴിഞ്ഞപ്പോൾ ഒന്നും ഓർത്തിട്ടുണ്ടാകില്ല. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് താഴെ വീഴുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടും, എന്നെ ബഹുമാനിക്കുന്നു ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാവും. ഇതൊക്കെ നിസ്സഹായതകളാണ്. രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത്, ഉള്ളിലുള്ളവൻ പുറത്തുള്ള ഏത് ശക്തിയേക്കാൾ ശക്തനാണ്. നമ്മൾ എന്തിനാ ഈ കൂടോത്രം, അതുപോലെ പൂജകൾ, അതിനൊക്കെ പോണേ? യേശു ഈ കടലിനെയും അതുപോലെ തന്നെ പിശാചുക്കളെയും ഒക്കെ ബഹിഷ്കരിക്കുകയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിന്റെ ഉള്ളിലുള്ളവൻ ഏത് ശക്തിയേക്കാൾ ശക്തനാണ്. വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആരോടും പറയാതെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോടും പറയാതെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ നഷ്ടം ഉണ്ടാകുള്ളൂ, ഒരു കാര്യമില്ല. കാരണം ഏറ്റവും ശക്തനായവൻ, അതിവികാരത്തിലിരിക്കുന്നവന് ഇവനേക്കാൾ ശക്തിയുള്ളത് വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന് ക്രിസ്ത്യാനികളെ, നമ്മൾ മണ്ടന്മാരാണോ? ഇതിനേക്കാൾ ശക്തമായിട്ടാണ് ഈ കല്ലും മണ്ണും ഒക്കെ ഉള്ളത്. ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് ചിന്തകൾ ഈ മിഷൻ ഞായറാഴ്ച എൻ്റെ കൂടെ ഉണ്ടാകട്ടെ.